ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളാണ് പ്രൊമോഷൻ അഥവാ കമ്മ്യൂണിക്കേഷൻ ഓഫ് കസ്റ്റമർ വാല്യൂ. Marketing communication. Marketers must communicate about the product, its features, price, etc. to the right target customers. It should be made either along with the product or well in advance of the introduction of the product into the market. And this is known as marketing communication. As you all know, once a company has created a value to meet the needs and wants of the consumers, the details of that product, that customer value has to be communicated to the consumer or customer. This process is known as marketing communication. The marketing communication is also known as promotion in marketing sense, and this is one of the 4 marketing tools. As you all know, the other 3 are product, price and place, and promotion is the 4th one. Companies use promotion to clearly and persuasively communicate the customer value to the consumer so that a customer can enjoy that customer value. The most important marketing communication tools are advertisement, sales promotion, personal selling and public relation. Important ആയിട്ടുള്ള 4 എണ്ണം ഇതൊക്കെയാണ്: അഡ്വർടൈസ്മെന്റ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻ. ഇത് കൂടാതെ കുറേ അധികം വേറെയുണ്ട്, അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ റോള് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ അബ്സല്യൂട്ട് നെസസിറ്റി ഫോർ മാർക്കറ്റിംഗ് പ്രോഡക്ട്സ് nowadays. The role of marketing communications may be studied under 4 heads: a role in business, role in non-business organization, role in economy, role in society. നമുക്ക് 4 ഹെഡായിട്ട് പഠിക്കാം. അതിൽ ആദ്യമുള്ളത് റോൾ ഇൻ ബിസിനസ് ആണ്. ബിസിനസ് ഓർഗനൈസേഷനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ടൈപ്പ് ബിസിനസ് ആണെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റേഴ്സ് മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ്. That means business organization must communicate about the quality, price, features, users, its availability, etc. to the consumers, so that consumers can buy the product as and when they require. Marketing communication affect the consumer behavior to great extent. ചില അഡ്വർടൈസ്മെന്റ് പോലെയുള്ള അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ പോലെയുള്ള മാർക്കറ്റിംഗ് പ്രൊമോഷൻ മിക്സ് ടൂൾസിന് ഇവരുടെ കൺസ്യൂമർ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇറ്റ് ആക്ട് ആസ് എ പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ. ഇതൊരു പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷനാണ്. അവരെ ബൈ ചെയ്യിക്കാൻ, അവരെ കൊണ്ടെന്തെങ്കിലും ആക്ട് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതിയും കൂടെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ സെർവ് ചെയ്യുന്നു. ബ്രാൻഡ് അവയർനെസ്സും ബ്രാൻഡ് ഇമേജും ബ്രാൻഡ് ലോയൽറ്റിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന് നല്ലൊരു റോള് ഉണ്ട്. ആൻഡ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻ കൂടാതെ നോൺ ബിസിനസ് ഓർഗനൈസേഷനും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ഈ നോൺ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് ഗവൺമെൻറ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്ലബ്ബുകൾ, ഹോസ്പിറ്റല്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതൊക്കെയാണ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് ഉൾപ്പെടുന്നത്. അവരും അവരുടെ ഐഡിയാസ്, അവരുടെ കോൺസെപ്റ്റ്, അവരുടെ സർവീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. അവരതിനു വേണ്ടി പണവും ചിലവാക്കുന്നുണ്ട്. ദേ സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ഓൺ പ്രൊമോഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഐഡിയാസ് ടു ദി പബ്ലിക്. ഫോർ എക്സാമ്പിൾ, COVID-19 ഈ ഒരു സമയത്ത് ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള ഐഡിയ, ആ ഒരു കോൺസെപ്റ്റ് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒക്കെ ഒരുപാട് ഫണ്ടൊക്കെ ചിലവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൂസ് ലൈഫ് നോട്ട് ടൊബാക്കോ, പുകവലിക്കെതിരെയുള്ള ഒരു സ്റ്റെപ്പാണ്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഗവൺമെൻറ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത റോൾ ഇൻ ഇക്കോണമി. ഇക്കോണമിയിലെ അഡ്വർടൈസ്മെൻറ്റ് പോലെയുള്ള പ്രൊമോഷൻ മിക്സ് എലമെൻറ്റുകളൊക്കെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡിലൊക്കെ വളരെ നല്ല എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ ഉള്ളത് അഡ്വർടൈസ്മെൻറ്റ് പോലെയുള്ള പ്രൊമോഷൻ മിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ആൾക്കാർ കൂടുതൽ പ്രൊഡക്റ്റ് ഡിമാൻഡ് ചെയ്യുകയും പ്രൊഡക്ഷൻ കൂടുകയും, പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമുക്കറിയാം കോസ്റ്റ് പെർ യൂണിറ്റ്, ഓരോ യൂണിറ്റിൻ്റെയും കോസ്റ്റ് കുറയുകയും അത് പ്രൈസ് റിഡക്ഷനിലേക്കും വഴിതെളിയിക്കുകയും അങ്ങനെ കുറഞ്ഞ റേറ്റിന് ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇക്കോണമിയിൽ അതൊരു നല്ലൊരു ഇമ്പാക്റ്റാണ്. കുറഞ്ഞ വിലക്ക് ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കിട്ടും. അടുത്തത് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ്.
പല ന്യൂസ് പേപ്പേഴ്സും മാഗസീൻസും അവർക്ക് വളരെ ചെറിയ പ്രൈസിന് കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ പബ്ലിക്കിന് ഓഫർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം അവർ അതിൽ ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ വഴി അവർക്ക് കിട്ടുന്ന റവന്യൂ ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അടുത്തത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ പേസ് ഫോർ മെനി ഓഫ് ദ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സ്. ഇപ്പോൾ പല എൻ്റർടൈൻമെൻറ്റിലും ഈ പരസ്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് കുറഞ്ഞ വിലക്ക് എന്ത് കിട്ടും, ഈ എൻ്റർടൈൻമെൻറ്റും എഡ്യൂക്കേഷൻ ആസ്പെക്റ്റും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. അടുത്തത് റോൾ ഇൻ സൊസൈറ്റിയാണ്. സൊസൈറ്റി ആസ് എ ഹോൾ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് കോമ്പറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് കമ്പനീസ് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവഴി മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ വഴി കസ്റ്റമേഴ്സ് എത്തുന്നതിലൂടെ അവർക്ക് നല്ല ചോയ്സ് കിട്ടും. ഏത് സെലക്ട് ചെയ്യണം, അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതാണ് എന്നുള്ള നല്ലൊരു ഐഡിയ കിട്ടും, അവയർനെസ് കിട്ടും. അതുകൊണ്ട് അവരുടെ സെലക്ഷനൊക്കെ നല്ല സെലക്ഷൻ ആയിരിക്കും. അടുത്തത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ബിക്കം an important factor in the campaigning to achieve socially oriented objectives such as stopping smoking and drinking, family planning, physical fitness. അപ്പോൾ സോഷ്യലി ഓറിയൻറ്റഡ് ഉള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ലക്ഷ്യങ്ങളെ കൈവരിക്കാൻ വേണ്ടി മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കാം. ഫോർ എക്സാമ്പിൾ സ്മോക്കിങ്ങിനും ഡ്രിങ്കിങ്ങിനെതിരായിട്ടുള്ള ക്യാമ്പയിന്, ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയുള്ള ക്യാമ്പയിന്, ഫിസിക്കൽ ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ. ഇതൊക്കെ നമുക്ക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിന് കുറച്ചും കൂടി ശക്തി പകരുകയും ചെയ്യും. അടുത്തത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ പെർഫോംസ് ആൻ ഇൻഫോർമേറ്റീവ് ആൻഡ് എഡ്യൂക്കേഷൻ ടാസ്ക് ദാറ്റ് മേക്സ് ഇറ്റ് ക്രൂഷ്യൽ ടു ദ ഫങ്ഷനിങ് ഓഫ് മോഡേൺ സൊസൈറ്റി. ഇപ്പോൾ മോഡേൺ സൊസൈറ്റി നന്നായി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി അവരെ ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാനൊക്കെ ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. അടുത്തത് എങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം, ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകേണ്ടത് എന്നതാണ് അടുത്തത് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസ് മാത്രമല്ല വേറെ കുറേ പർപ്പസ് ഒക്കെ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ഉണ്ട്, കൺവിൻസിങ് പർപ്പസ് ഉണ്ട്, കോമ്പറ്റീഷൻ പർപ്പസ് ഒക്കെ ഉണ്ട്. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതൊക്കെ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യേണ്ടത് അതാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. An effective marketing communication should present useful information in a manner that makes them clearly understood. അതായത് കേൾക്കുന്ന ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആള് അത് ആർക്കാണോ അയക്കുന്നത്, ആ മെസ്സേജ് അയക്കുന്നത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. കോസ് ദ കൺസ്യൂമർ ടു ബിലീവ് ദ മെസ്സേജ് ഇസ് ട്രൂ. അത് കൺവിൻസ് ചെയ്യുന്നതായിരിക്കണം, സത്യമാണെന്നുള്ള ഒരു വിശ്വാസം വരുത്തുന്നതായിരിക്കണം. ആൻഡ് ഈസ് അപ്പീലിംഗ് ഓർ മോർ അപ്പീലിംഗ് ദാൻ ദ മെസ്സേജ് ഡെലിവേർഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. ആ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ കമ്പനിയൊക്കെ ആണെങ്കിൽ അവർ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ മെസ്സേജിനേക്കാളും നല്ല രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ അപ്പീൽ ചെയ്യുന്നതായിരിക്കണം ആ മെസ്സേജ്. ഒന്നുകിൽ അവരുടെ അത്ര തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കണം. ഈ പ്രോസസ്സിലുള്ള സ്റ്റെപ്പുകൾ പ്രധാനമായും 8 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈങ് ദ ടാർഗറ്റ് ഓഡിയൻസ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ് ഡിറ്റർമൈൻ ചെയ്യണം. മൂന്നാമത്തത് ഡിസൈനിങ് ദ മെസ്സേജ് ഡിസൈൻ ചെയ്യണം. നാലാമത്തത് സെലക്ടിങ് ദി ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അഞ്ചാമത്തത് സെലക്ടിങ് ദ മെസ്സേജ് സോഴ്സ്. ആറാമത്തത് സെറ്റിംഗ് ദ ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ ബഡ്ജറ്റ്. ഏഴാമത്തത് ഡിറ്റർമിനേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. അടുത്തത് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ്. അപ്പോൾ ഈ 8 സ്റ്റേജുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് ഐഡൻറ്റിഫൈങ് ദ ടാർഗറ്റ് ഓഡിയൻസ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളെ ടാർഗറ്റ് ഓഡിയൻസ്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആർക്കാണോ അയക്കുന്നത് അവരുടെ ഫീച്ചേഴ്സ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് മാർക്കറ്റ് റിസർച്ച് വഴി നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ അവരുടെ ഡെമോഗ്രാഫിക് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഇക്കണോമിക് ക്യാരക്ടേഴ്സ്, അതൊക്കെ അവരുടെ അതൊക്കെ നമ്മൾ ആദ്യം കളക്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റൂ. അടുത്തത് ഡിറ്റർമിനേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ അത് തീരുമാനിക്കുമ്പോൾ നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് നോക്കണം. ആ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ കൺസ്യൂമർ ബിഹേവിയർ, അവരുടെ ബൈയിങ് ബിഹേവിയർ എന്താണ്, അത് നോക്കിയിട്ടായിരിക്കണം നമ്മൾ ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ ഏത് സ്റ്റേജിലുള്ളത്, അവരെ കൊണ്ട് എന്താണ് ചെയ്യിക്കേണ്ടത്, അവരെ അവയർനെസ്, അവരിപ്പോൾ ഉള്ള സ്റ്റേജ് ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അവർക്ക് അവയർനെസ് കൊടുക്കലാണോ, അല്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ കമ്പനിയുടെ പ്രൊഡക്ട്സിൻ്റെ നോളജ് ഉണ്ടാക്കലാണോ,
അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇഷ്ടപ്പെടുത്തലാണോ, അവരെ കൊണ്ട് പ്രിഫറൻസ് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കലാണോ, ഇപ്പം എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ഏറ്റവും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കൽ തന്നെയാണ്. ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഇൻഫ്ലുവൻസ് ദ ബയേഴ്സ് പർച്ചേസിംഗ് ഡിസിഷൻ ആൻഡ് ഹെൽപ്പ് ദം ഇൻ മേക്കിംഗ് പർച്ചേസ് ഡിസിഷൻസ്. അടുത്ത നമ്മൾ മെസ്സേജ് ഡിസൈൻ ചെയ്യണം. ഡിസൈനിങ് ദ മെസ്സേജ്. ഇപ്പോൾ മെസ്സേജ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ ആൻഡ് ഒബ്റ്റെയിൻ അങ്ങനെ ഒരു മോഡൽ ഉണ്ട്. അപ്പോൾ ആ മെസ്സേജിൽ അറ്റൻഷൻ ഉണ്ടാക്കണം, ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം, ഡിസയർ ഉണ്ടാക്കണം, ആക്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള പറയുമ്പോൾ ആ മെസ്സേജിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിനെക്കുറിച്ചുള്ള അറ്റൻഷൻ, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം, ആ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള, വാങ്ങിപ്പിക്കാനുള്ള ഡിസയർ, ആഗ്രഹം ഉണ്ടാക്കണം, അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണം. അപ്പോൾ ഇത് ഐഡ മോഡൽ എന്നാണ് പറയുന്നത്. ഡിസൈനിങ് ദ മെസ്സേജ് ഇൻവോൾവ്സ് ഡിറ്റർമിനിങ് എന്താണ് വാട്ട് ടു സേ ടു ദ ടാർഗറ്റ് ഓഡിയൻസ്. ടാർഗറ്റ് ഓഡിയൻസിനോട് നമ്മൾ എന്താണ് പറയേണ്ടത്, ആ മെസ്സേജിൽ എന്തൊക്കെയാണ് പറയേണ്ടത്, മെസ്സേജിൻ്റെ കണ്ടന്റ് എന്താണ്, അത് പറയണം. എങ്ങനെ പറയണം? മെസ്സേജ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ ഉള്ള ഫോർമാറ്റ് അതൊക്കെയാണ്. മെസ്സേജ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ ഒരാൾ ഒറ്റയ്ക്ക് നമ്മളോട് സംസാരിക്കുന്നതാണോ, അല്ലെങ്കിൽ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ആണോ, അതാണ് മെസ്സേജ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫോർമാറ്റ്. ഫോർമാറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ വിഷ്വൽ ഡിസ്പ്ലേസ്, അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റ് എന്തൊക്കെ വേണം, എന്തൊക്കെ വേർഡ്സ് വേണം, അതൊക്കെയാണ് മെസ്സേജ് ഫോർമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വാട്ട് ടു സേ ടു ദ ടാർഗറ്റ് ഓഡിയൻസ്, ഹൗ ടു സേ ആൻഡ് ഫോർമാറ്റ്, ഇത് 3 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തത് സെലക്ടിങ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏത് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നമ്മൾ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കേണ്ടത്? 2 ബ്രോഡ് ടൈപ്സ് ആണുള്ളത്, പേഴ്സണൽ ആൻഡ് നോൺ പേഴ്സണൽ. ഇൻ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം, ചിലപ്പോൾ ഓവർ ടെലിഫോൺ ആവാം, ത്രൂ ദ മെയിൽ ആവാം. സോ രണ്ടുപേര് പരസ്പരം സംസാരിക്കുന്നതാവാം, അത് മെയിൽ വഴിയാവും, നേരിട്ട് ഫേസ് ടു ഫേസ് ആവാം, ടെലിഫോൺ ആവാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ചാറ്റ് വഴിയാവും. അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉപയോഗിക്കാം. ഇനി നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ ചാനൽ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഒരാൾ അല്ലെങ്കിൽ 1-2 ആളുകൾ മെസ്സേജ് പാസ് ഓൺ ചെയ്യും, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നത് അതിൽ പേഴ്സണൽ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അതായത് കസ്റ്റമർക്ക് നേരിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവണമെന്നില്ല ആ മെസ്സേജുമായിട്ട്. അത് ഇൻക്ലൂഡ് മേജർ മീഡിയ, TV, ന്യൂസ് പേപ്പർ, വിഷ്വൽ മീഡിയ ആകുമ്പോൾ TV, ന്യൂസ് പേപ്പർ, പ്രിന്റ് മീഡിയ, ഒന്നുകിൽ ഇത് വഴിയാവാം. അപ്പം TV-യിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമുക്കൊരു പേഴ്സണൽ കോണ്ടാക്റ്റ് ഇല്ല, നമ്മൾ അവരെന്താണ് പറയുന്നത് അത് കേൾക്കുക, അത്രയേ ഉള്ളൂ, നമുക്ക് തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. രണ്ടാമത്തത് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ചില അറ്റ്മോസ്ഫിയർ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ്, ഇപ്പോൾ ബാങ്കിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല ബാങ്കിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടാൽ നമുക്കൊരു അട്രാക്ഷൻ തോന്നും, ഇൻട്രസ്റ്റ് തോന്നും. അതാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അത് വഴിയാവാം. ചിലപ്പോൾ ഇവൻറ്റ്സ് വഴിയാണ്, ഷോസ്, അവാർഡ് ഷോസ്, അങ്ങനെയുള്ള ഷോസ് വഴിയാവും, അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ്, അത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ്, ടോക്ക് ഷോ, അതൊക്കെ വഴിയും നമ്മൾ ഒരു പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ സർവീസിൽ അട്രാക്റ്റഡ് ആവാം. ഇതാണ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ചാനൽസിൻ്റെ എക്സാമ്പിൾ. TV അറ്റ്മോസ്ഫിയർ, ഒരു ബാങ്കിൻ്റെ അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ ഒരു തരം മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനാണത്. അവരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്താൽ കസ്റ്റമേഴ്സിന് ഒരു അട്രാക്ഷൻ, ഇൻട്രസ്റ്റ് ഉണ്ടാവാം. അടുത്ത ഇവൻറ്റ്സ് ആണ്, ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്, അതുവഴിയൊക്കെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നടത്താം. അടുത്തത് സെലക്ടിങ് ദ മെസ്സേജ് സോഴ്സ് ആണ്. ആരാണ് ഈ മെസ്സേജ് പറയേണ്ടത്? മെസ്സേജ് ഡെലിവേർഡ് ബൈ ഹൈലി ക്രെഡിബിൾ സോഴ്സസ് ആർ മോർ പെർസ്വാസീവ്. ഒരാൾ ക്രെഡിബിൾ സോഴ്സ് ഉള്ള ഒരാളാണ് പറയുന്നതെങ്കിൽ നമ്മളത് കൂടുതൽ പെർസ്വാസീവ് ആയിരിക്കും, നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കും. ദസ് മാർക്കറ്റേഴ്സ് ഹയർ സെലിബ്രിറ്റീസ്. അതുകൊണ്ടാണ് കമ്പനീസ് ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ, അഡ്വർടൈസ്മെൻറ്റിലൊക്കെ സെലിബ്രിറ്റീസ് പറയുന്ന ആ രീതിയിൽ അവരത് ഡിസൈൻ ചെയ്യുന്നത്. MCR ആണെങ്കിൽ മോഹൻലാലിനെ കൊണ്ട് പറയും. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ കരുതും അത് നല്ലൊരു ബ്രാൻഡാണ്, നല്ല പ്രൊഡക്റ്റാണെന്ന് അത് വിശ്വസിക്കുകയും അവരത് വാങ്ങുകയും ചെയ്യും. സോ ഇറ്റ്സ് എ പെർസ്വാസീവ് കമ്മ്യൂണിക്കേഷനാണ്. ബൂസ്റ്റ് യുവർ പെർഫോമൻസ്. ഇപ്പം വിരാട് കോഹ്ലി അല്ലെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണി പറയാണ് ബൂസ്റ്റ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ
അത് വിശ്വസിക്കും ആൾക്കാർ. നേരെ മറിച്ച് അത്രയൊന്നും സെലിബ്രിറ്റി അല്ലാത്ത വേറൊരാളാണെങ്കിൽ അത്ര പെർസ്വാസീവ് ആവണം എന്നില്ല. അപ്പോൾ അതിൽ ചന്ദ്രികയുടെ അതിൽ അമല പോൾ അതൊക്കെ ആൾക്കാരെ വാങ്ങിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. അടുത്തത് സെറ്റിംഗ് ദി ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ ബജറ്റാണ്. കമ്മ്യൂണിക്കേഷൻ ബജറ്റ് ഓരോ കമ്പനിക്കും ഓരോരോ ബജറ്റ് ആയിരിക്കും. ബജറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് നമ്മൾ മൊത്തം ബജറ്റ് ചെയ്യണം, കണക്കാക്കണം. കമ്മ്യൂണിക്കേഷൻ ബജറ്റ് മീൻസ് അലോക്കേഷൻ ഓഫ് ഫണ്ട്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാംസ്. ദാറ്റ് ഈസ് ഡിസൈഡിങ് ഓൺ ഹൗ മച്ച് ടു സ്പെൻഡ് ഓൺ പ്രൊമോഷൻ. പ്രൊമോഷന് വേണ്ടി എത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ പറ്റും അത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഡിസൈഡ് ചെയ്യണം. The method normally used for determining the size of the communication budgets are affordable method, percentage of sales method, competitive parity method, objective and task method and market share method. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബജറ്റ് തീരുമാനിക്കാം. അഫോർഡബിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ ഒരു പെർസെൻറ്റേജ് മെത്തേഡാണ് കാണുക എന്നുള്ളതാണ്. കോമ്പറ്റേറ്റീവ് പാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എത്രയാണോ ചെയ്യുന്നത് ഏകദേശം അതിനനുസരിച്ച് നമ്മൾ ഫിക്സ് ചെയ്യാം. ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ് അല്ലെങ്കിൽ ടാസ്ക് എന്താണ് അത് നേടാൻ വേണ്ടി എത്രത്തോളം ചിലവാകും അത് എന്ത് ചെയ്യാം, നമുക്ക് ചിലവാക്കാം. അടുത്തത് മാർക്കറ്റ് ഷെയർ മെത്തേഡാണ്. മാർക്കറ്റ് ഷെയർ മെത്തേഡിൽ എത്ര മാർക്കറ്റ് ഷെയർ ആണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി എത്ര നമ്മൾ സ്പെൻഡ് ചെയ്യണം അത് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം, ബജറ്റ് സെറ്റ് ചെയ്യാം. അടുത്തത് കമ്മ്യൂണിക്കേഷൻ മിക്സ് ആണ്. ഡിറ്റർമിനേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. കമ്മ്യൂണിക്കേഷൻ മിക്സ് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിക് റിലേഷൻ ആൻഡ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസ് ഇതൊക്കെയാണ്. ഇതിൽ ഏതൊക്കെ നമുക്ക് വേണം, ശരിക്കും ഓരോന്നിനും അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് നമ്മളത് സെലക്ട് ചെയ്യണം. അതിൻ്റെ ഒരു മിക്സ് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഓരോന്നിനും എത്രത്തോളം എമൗണ്ടാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത് അതൊക്കെ നമ്മൾ തീരുമാനിക്കണം. ഓരോന്നിനും അതിൻ്റേതായ ഫീച്ചേഴ്സ്, ക്വാളിറ്റീസ്, സ്ട്രെങ്ത്, വീക്ക്നെസ് അതൊക്കെ ഉണ്ട്. നമ്മൾ കോമ്പിനേഷനാണ് മിക്കവാറും എല്ലാ കമ്പനികളും ഉപയോഗിക്കുന്നത്. ഒന്ന് മാത്രമായിട്ട് അവർ ചൂസ് ചെയ്യാറില്ല. The criteria used while determining the communication mix depends on cost of reaching the target audience. ഓരോന്നിനും ഓരോ കോസ്റ്റാണ്. ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മുടെ മെസ്സേജ് എത്തിക്കുക എന്നുള്ള കോസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അഡ്വർടൈസ്മെൻ്റൊക്കെ പൊതുവെ കൂടുതലാണ്. എബിലിറ്റി ടു റീച്ച് ടാർഗറ്റ് ഓഡിയൻസ് എല്ലാത്തിനും ഒരേ റീച്ച് ചെയ്യാനുള്ള എബിലിറ്റി സെയിം അല്ല, ഡിഫറെൻ്റ് ആയിരിക്കും. അത് നോക്കണം. ദെൻ എഫക്റ്റീവ് ആയിട്ട് മെസ്സേജ് ഡെലിവറി ചെയ്യാനുള്ള കപ്പാസിറ്റി, എബിലിറ്റി ഡിഫറെൻ്റ് ആണ്. അവരുടെ ഓഡിയൻസുമായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഡിഫറെൻ്റ് ആണ്. ക്രെഡിബിലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏത് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അടുത്തത് ലാസ്റ്റ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ആണ്. ഈ പ്രോഗ്രാമൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് ഓരോ പ്രൊമോഷൻ മിക്സിൻ്റെയും ഓരോ എലമെൻസിൻ്റെയും ഒക്കെ പെർഫോമൻസ് നമ്മൾ വാച്ച് ചെയ്യണം. വാച്ച് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ആഫ്റ്റർ ദ പ്രോഗ്രാം ഈസ് ഇംപ്ലിമെൻറ്റഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ പ്രോഗ്രാം ഈസ് ടു ബി ഇവാലുവേറ്റഡ്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ഒബ്ജക്റ്റീവ്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ് എത്രത്തോളം അച്ചീവ് ചെയ്തു, അവയർനെസ് ആണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവയർനെസ് ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇറ്റ് ഇൻവോൾവ്സ് ആസ്കിങ് ദ ടാർഗറ്റ് ഓഡിയൻസ് വെദർ ദേ റിമെമ്പർ ദ മെസ്സേജ്. നമ്മളെ മെസ്സേജ് അവർ ഓർമ്മിക്കുന്നുണ്ടോ, ഹൗ മെനി ടൈംസ് ദേ സോ ഇറ്റ്, എത്ര സമയം അവർ കണ്ടു, വാട്ട് പോയിന്റ്സ് ദേ റീകോൾ, ഏതൊക്കെ പോയിന്റ്സ് ആണ് അവർ റീകോൾ ചെയ്യുന്നത്, അവർക്ക് ഓർമ്മ ഉള്ളത്, ഹൗ ദേ ഫെൽറ്റ് അബൌട്ട് ദ മെസ്സേജ്, അവർ ആ മെസ്സേജിൽ കൺവിൻസിങ് ആണോ എന്നൊക്കെ നോക്കണം. ദെൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ആറ്റിറ്റ്യൂഡ്, ആ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതിന് മുമ്പിലുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, അതിന് ശേഷമുള്ള ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യണം, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ആ സ്പെൻഡ് ചെയ്ത എമൗണ്ട് നമുക്ക് റിസൾട്ട് കൊണ്ടുവന്നോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റൂ. ഇത് നമുക്ക് മാർക്കറ്റ് സർവേ വഴിയോ അല്ലെങ്കിൽ സാമ്പിൾ സർവേ വഴിയോ ഒക്കെ കളക്ട് ചെയ്യാവുന്നതാണ് ഈ ഡാറ്റയൊക്കെ. Communicator would also like to measure behavior resulting from the message. How many people bought a product, visited the store or talked to others about it. അവർ എത്രത്തോളം ആ മെസ്സേജ് കണ്ടിട്ട് എത്രത്തോളം ആൾക്കാർ അത് വാങ്ങി, സാധനം വാങ്ങി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ സാധനത്തിനെ കുറിച്ച് സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡാറ്റയൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം. ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണം. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് വളരെ വലുതാണെങ്കിൽ അതിൽ നിന്നും കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവരോട് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമ്മൾ ഈ
കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം സക്സസ് ആണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്, എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ്. പ്രധാനമായിട്ടും എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൂടാതെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രൊമോഷൻ മിക്സ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ടു പ്രൊമോട്ട് സെയിൽസ്. സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ പ്രൊമോഷൻ മിക്സിൽ ഉൾപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ. ഇതിന് ബ്രോഡായിട്ട് നമുക്ക് രണ്ട് ടൈപ്പ്, പുഷ് ബ്ലെൻഡ്, പുൾ ബ്ലെൻഡ് എന്ന് പറയുന്നുണ്ട്. പുഷ് ബ്ലെൻഡ് എന്ന് പറയുന്നത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ട് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പ്രൊഡക്റ്റ് പുഷ് ചെയ്യുന്നു. എന്നിട്ട് മിഡിൽമാൻ്റെ സഹായത്തോടുകൂടി നമ്മൾ സാധനം പ്രൊമോട്ട് ചെയ്യുന്നു, നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. അതിനാണ് പുഷ് ബ്ലെൻഡ് എന്ന് പറയുന്നത്, പുഷ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് മിഡിൽമാൻ്റെ സഹായത്തോടുകൂടി ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വഴി കസ്റ്റമറിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് പുഷ് ബ്ലെൻഡിൽ. പുൾ ബ്ലെൻഡിൽ പുൾ സ്ട്രാറ്റജി എംഫസൈസ് ഓൺ ഇംപേഴ്സണൽ സെല്ലിംഗ് വേർ ഹെവി അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു ബിൽഡ് അപ്പ് കൺസ്യൂമർ ഡിമാൻഡ്. നമ്മൾ കൺസ്യൂമറിൻ്റെ അറ്റൻഷൻ ഇങ്ങോട്ടേക്ക് ഡ്രോ ചെയ്യുകയാണ്, ഇങ്ങോട്ടേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ വഴിയോ നമ്മൾ ആകർഷിക്കും. ഇതാണ് രണ്ട് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് സ്ട്രാറ്റജി പറയാം, പുഷ് ബ്ലെൻഡ്, പുൾ ബ്ലെൻഡ്. ശരിക്കും ഇതിനെ വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ കീ എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് അല്ലെങ്കിൽ ടൂൾസ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്? ഒന്ന് അഡ്വർടൈസിങ്, നേരത്തെ പറഞ്ഞതാണ്. സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിക് റിലേഷൻ, ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഈ അഞ്ചാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ടൂൾസാണ്. അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിക് റിലേഷൻ ആൻഡ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇതുകൂടാതെ മറ്റ് ടൂൾസൊക്കെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. ഇതിൽ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അടുത്തത് ഇത് കൂടാതെ ഏതൊക്കെയായിരിക്കും? സ്പോൺസർഷിപ്പ് ഉണ്ട്, എക്സിബിഷൻ ആൻഡ് ഫെയർസ്, ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ്, ഇവൻറ്റ് മാർക്കറ്റിംഗ്, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ, വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. ഇതൊക്കെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഇതും കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഈ കീ എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ആണെന്ന് കുറച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അഡ്വർടൈസിങ്, ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ കൺസേണിങ് എ പ്രോഡക്റ്റ് ടു കമ്പൽ ആക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻറ്റൻറ്റ് ഓഫ് ദ അഡ്വർടൈസർ. അഡ്വർടൈസർ വിചാരിക്കുന്ന രീതിയിൽ ആൾക്കാരെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുന്ന ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷനെയാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി പെയ്ഡ് ഫോം ഓഫ് non-personal presentation and promotion of ideas, goods or service by an identified sponsor. അടുത്തത് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഷോർട്ട് ടേം ഇൻസെൻറ്റീവ് ടു എൻകറേജ് ദ പർച്ചേസ് ഓർ സെയിൽ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിരിക്കും, കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടാവും. അത് കൺസ്യൂമറെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ഡീലർ കൊണ്ട് വിൽപ്പന നടത്തിക്കുകയോ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് ടേം മാർക്കറ്റിംഗ് ടൂളാണ്. അതായത് ഷോർട്ട് ടേം കമ്മ്യൂണിക്കേഷൻ മിക്സ് ടൂളാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് സ്റ്റിമുലേറ്റ് മാർക്കറ്റ് ഡിമാൻഡ് ഫോർ പ്രോഡക്റ്റ് ഓർ സർവീസ്. ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്, ഇറ്റ് റെഫേഴ്സ് ടു ഓറൽ ആൻഡ് ഫേസ്-to-face communication and presentation with the customer for the purpose of making sales. ഫേസ്-to-face ആയിട്ട് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കസ്റ്റമർ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് പബ്ലിക് റിലേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ നോൺ സെയിൽസ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ദ ബിസിനസ് ഹാവ് വിത്ത് ദെയർ വേരിയസ് ഓഡിയൻസസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ജനറൽ പബ്ലിക് ആൻഡ് പ്രസ് റിലേഷൻസ്. അടുത്തത് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് direct communication with the carefully targeted individual customers to obtain an immediate response and cultivate lasting customer relationship. Telemarketing, direct mail, electronic marketing and online marketing are the major forms of direct marketing. കൺസ്യൂമറുമായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് അവരുമായിട്ട് ഒരു ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയും നമ്മുടെ സാധനത്തിൻ്റെ ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്യുകയും പുതിയ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ ടൂളാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്.
അടുത്തത് നമുക്ക് മാർക്കറ്റിംഗ് ഡിസിഷനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഡിസിഷൻസ്? ഒന്നാമത്തത് നാച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് വിൽ വാരി അക്കോർഡിംഗ് ടു ദ നാച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ നാച്ചർ അനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് യൂസ് ചെയ്യേണ്ടി വരും. ജനറലി കൺസ്യൂമർ ഗുഡ്സ് റിക്വയർ അഡ്വർടൈസ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് റിക്വയർ പേഴ്സണൽ സെല്ലിംഗ്. കൺസ്യൂമർ ഗുഡ്സ് അതായത് ഫൈനൽ കൺസംഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സ്, അതാണ് കൺസ്യൂമർ ഗുഡ്സ്. അതിന് അഡ്വർടൈസ്മെന്റ് ആണ് ഏറ്റവും നല്ലത്. ഇൻഡസ്ട്രിയൽ ഗുഡ്സിന് പേഴ്സണൽ സെല്ലിംഗ് ആണ് കൂടുതൽ നല്ലത്. കോംപ്ലക്സ് ആൻഡ് ടെക്നിക്കൽ പ്രോഡക്ട്സ് റിക്വയർ പേഴ്സണൽ സെല്ലിംഗ്. വളരെ കോംപ്ലക്സ് ആയ ടെക്നിക്കൽ നോക്ക് വേണ്ട പ്രോഡക്ട്സിന്, അതായത് വലിയ മെഷീൻ അല്ലെ വലിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ് ആണ് നല്ലത്. ഫോർ ഷോപ്പിംഗ് ഗുഡ്സ് ലൈക്ക് ടി വി, ഫ്രിഡ്ജ്, മൊബൈൽ ഫോൺസ് ബോത്ത് അഡ്വർടൈസ്മെന്റ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് ആർ റിക്വയർഡ്. അതായത് ടി വി, ഫ്രിഡ്ജ് അതൊക്കെ കൺസ്യൂമറിനെ കൊണ്ട് കൺസ്യൂമറിലേക്ക് പെർസസീവ് കമ്മ്യൂണിക്കേഷൻ എത്തിക്കണമെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റും കൂടാതെ പേഴ്സണൽ സെല്ലിംഗ് ആവശ്യമുണ്ടാവും. അടുത്ത നാച്ചർ ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ നാച്ചർ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നാച്ചർ ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ നാച്ചർ അനുസരിച്ച് നമുക്ക് കമ്മ്യൂണിക്കേഷൻ മിക്സിൻ്റെ ഡിസിഷനിൽ മാറിക്കൊണ്ടിരിക്കും. അഡ്വർടൈസ്മെന്റ് പ്ലേസ് ബോത്ത് ഇൻഫോർമേറ്റീവ് ആൻഡ് പെർസസീവ് റോൾ ഇൻ കൺസ്യൂമർ മാർക്കറ്റ്, whereas it plays only informative role in industrial market. കൺസ്യൂമർ മാർക്കറ്റിൽ അഡ്വർടൈസ്മെന്റിന് ഇൻഫോർമേറ്റീവ് റോൾ ഉണ്ടാവും, പെർസസീവ് റോൾ ഉണ്ടാവും. എന്നാൽ ഇൻഡസ്ട്രിയൽ മാർക്കറ്റിൽ അതിൽ ഇൻഫോർമേറ്റീവ് റോൾ മാത്രമേ ഉണ്ടാവും. കാരണം അവർ വാങ്ങിക്കുന്നത് അഡ്വർടൈസ്മെന്റ് നോക്കി മാത്രമല്ല, വേറെ കുറേ ആസ്പെക്റ്റും കൂടെ നോക്കാറുണ്ട്. അടുത്തത് സ്റ്റേജസ് ഇൻ ദ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലെ സ്റ്റേജ് എന്താണ് അത് നോക്കിയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ മിക്സ് തീരുമാനത്തിന് സ്വാധീനിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് എ പ്രൊഡക്റ്റ് ആർ ഡിഫറെൻറ്റ് ഇൻ ഈച്ച് സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. ഫോർ എക്സാമ്പിൾ, ഡ്യൂറിംഗ് ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ദ ഒബ്ജക്റ്റീവ് ഇസ് ടു ക്രിയേറ്റ് പ്രൊഡക്റ്റ് അവയർനെസ്. ഇപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവയർനെസ് ഉണ്ടാക്കലായിരിക്കും. ആൻഡ് ദർഫോർ ഇൻറ്റൻസീവ് അഡ്വർടൈസ്മെന്റ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് ആർ റിക്വയർഡ്. ആ സമയത്ത് അഡ്വർടൈസ്മെന്റ് നന്നായിട്ട് യൂസ് ചെയ്യേണ്ടി വരും, പേഴ്സണൽ സെല്ലിങ്ങും വേണ്ടി വരും. ഡ്യൂറിംഗ് ദ ഗ്രോത്ത് സ്റ്റേജ്, മാർക്കറ്റിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന സ്റ്റേജ് ആണെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ഷുഡ് ബി റെഡ്യൂസ് ആൻഡ് ഇന്റൻസിറ്റി ഓഫ് അഡ്വർടൈസ്മെന്റ് ഷുഡ് ബി ഇൻക്രീസ്ഡ്. ഗ്രോത്ത് സ്റ്റേജിലാണെങ്കിൽ പേഴ്സണൽ സെല്ലിങ്ങിന്റെ ഇന്റൻസിറ്റി കുറക്കാം, അഡ്വർടൈസ്മെന്റ് ഇന്റൻസിറ്റി കൂട്ടാം. ഡ്യൂറിംഗ് മെച്യൂരിറ്റി സ്റ്റേജ് ബോത്ത് അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ടൂൾ ഷുഡ് ബി യൂസ്ഡ്. മെച്യൂരിറ്റി സ്റ്റേജ് ആകുമ്പോൾ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സമയത്ത് അഡ്വർടൈസ്മെന്റും സെയിൽസ് പ്രൊമോഷൻ ടൂൾസും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. ഡിക്ലൈൻ സ്റ്റേജിൽ നമ്മളെ പൊതുവേ എക്സ്പെൻഡിച്ചറൊക്കെ കുറക്കുകയാണ് ചെയ്യുക. ജനറലി എക്സ്പെൻഡിച്ചർ കുറക്കുകയാണ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ അഡ്വർടൈസ്മെന്റിൻ്റെയും സെയിൽസ് പ്രൊമോഷൻ്റെയും ഒക്കെ എത്രയാണോ സ്പെൻഡ് ചെയ്യുന്നത് ആ എമൗണ്ട് കുറച്ച് കൊണ്ടുവരണം. അടുത്തത് സൈസ് ഓഫ് ദ മാർക്കറ്റ്. ഇൻ കേസ് ഓഫ് സ്മോൾ മാർക്കറ്റ് പേഴ്സണൽ സെല്ലിംഗ് ക്യാൻ ബി യൂസ്ഡ്, വെയർആസ് ഫോർ ലാർജർ മാർക്കറ്റ് മേജർ പ്രൊമോഷൻ ടൂൾ ഷുഡ് ബി അഡ്വർടൈസിങ്. അതായത് ചെറിയ മാർക്കറ്റിലാണെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ് ആണ് നല്ലത്. മാർക്കറ്റിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ, വലിയ മാർക്കറ്റ് ആണെങ്കിൽ അഡ്വർടൈസിങ് പോലെയുള്ള പ്രൊമോഷൻ ടൂൾ ഉപയോഗിക്കണം. അടുത്തത് യൂസ് ഓഫ് മാർക്കറ്റ് പെനിട്രേഷൻ സ്ട്രാറ്റജി. ഇൻ എ സിറ്റുവേഷൻ വെർ പെനിട്രേഷൻ സ്ട്രാറ്റജി ഈസ് യൂസ്ഡ്, സസ്റ്റൈൻഡ് പ്രൊമോഷൻ സ്ട്രാറ്റജി ഈസ് റിക്വയർഡ്. ബിസൈഡ്സ് പ്രൊപ്പോർഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ് ഇൻ ദ പ്രൊമോഷൻ മിക്സ് ഷുഡ് ബി ലാർജ്. പെനിട്രേഷൻ ആണെങ്കിൽ, അതായത് വില കുറച്ച് നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന സ്ട്രാറ്റജി ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അഡ്വർടൈസ്മെന്റിന് സ്പെൻഡ് ചെയ്യും. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ്. ഇഫ് ദ പ്രൊഡക്ട്സ് ആർ സോൾഡ് ഡയറക്ട്ലി അഡ്വർടൈസ്മെന്റ് വുഡ് പ്ലേ ഓൺലി എ മൈനർ റോൾ. നമ്മൾ നേരിട്ടാണ് വിൽക്കുന്നതെങ്കിൽ അഡ്വർടൈസ്മെന്റിന് വലിയ റോൾ ഇല്ല. ഇൻ സച്ച് കേസ് പേഴ്സണൽ സെല്ലിംഗ് പ്ലേസ് മേജർ റോൾ. ഇഫ് ദ പ്രൊഡക്ട്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ എ ലോങ്ങർ ചാനൽ ആണെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെന്റിൽ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ലോങ്ങർ ചാനലാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ ലോങ്ങർ ചാനൽ, ഹോൾസെയിലർ, റീറ്റെയിലർ ടു കൺസ്യൂമർ ആണ്. അപ്പോൾ റീറ്റെയിലർക്ക് അത്ര പേഴ്സണൽ സെല്ലിങ്ങിലും എടുക്കും കുറവാണെങ്കിൽ ആ സമയത്ത് അഡ്വർടൈസ്മെന്റ് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബയേഴ്സിന്റെ സ്വഭാവങ്ങൾ, അവരുടെ സവിശേഷതകൾ അനുസരിച്ച് നമ്മൾ പ്രൊമോഷൻ മിക്സ് ഡിസിഷനെ സ്വാധീനിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് ബയേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് നീഡ്സ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ബയേഴ്സ് നീഡ്സ് അഡ്വർടൈസിങ്. എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. The importance of the purchase, the time available for the purchase and influence of friends, retailers are affecting the promotion mix. അതായത് ബയറിൻ്റെ മേലെ അയാളുടെ ഫ്രണ്ട്സിനുള്ള സ്വാധീനം, മാത്രമല്ല പർച്ചേസിന് ഇമ്പോർട്ടൻസ്, അതിൻ്റെ കൂടുതൽ ടൈം അവൈലബിൾ ആണോ കുറച്ചാണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, പ്രൊമോഷൻ മിക്സ്
മാറ്റിക്കൊണ്ടേയിരിക്കണം. അടുത്തത് പ്രൈസിങ് സ്ട്രാറ്റജി. ഇഫ് ദ ബ്രാൻഡ് ഈസ് പ്രൈസ്ഡ് ഹയർ പ്രൊമോഷൻ ഈസ് നീഡഡ് ആൻഡ് മോർ ഫോക്കസ് ഷുഡ് ബി ഗിവൺ ടു പേഴ്സണൽ സെല്ലിംഗ്. പ്രൈസ് കൂടുതലാണെങ്കിൽ എന്തുകൊണ്ട് പ്രൈസ് കൂടി എന്നുള്ളതൊക്കെ ആൾക്കാർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ പേഴ്സണൽ സെല്ലിങ്ങിന് കുറച്ച് ഫോക്കസ് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ കൂടുതലായിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യണം. കൂടുതൽ പ്രൈസാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊമോഷൻ അലവൻസ്, കോസ്റ്റ് പെർ മെസ്സേജ് ആൻഡ് കോസ്റ്റ് പെർ കസ്റ്റമർ ആർ ടു ബി കൺസിഡേർഡ് വൈ ഡിസൈഡിങ് പ്രൊമോഷൻ മിക്സ്. പ്രൊമോഷൻ മിക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മെസ്സേജിനുള്ള കോസ്റ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിലേക്ക് കമ്മ്യൂണിക്കേഷൻ മെസ്സേജ്, ആ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റ്, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, നമ്മുടെ കയ്യിലുള്ള പൈസ, അവൈലബിലിറ്റി ഓഫ് ഫണ്ട് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ബി കൺസിഡേർഡ് വൈൽ ഡിസൈഡിങ് പ്രൊമോഷൻ മിക്സ്. If sufficient funds are available, the firm can undertake advertising in a large scale. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഒരുപാട് നടത്താം. ഇനി പൈസ കുറവാണെങ്കിൽ, ഈ ഫണ്ട്സ് ആർ ലിമിറ്റഡ്, ദ ഫേം ക്യാൻ ഡിപ്പെൻഡ് ഓൺലി ഓൺ പേഴ്സണൽ സെല്ലിംഗ്.